ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചെമ്പനിപ്പൂവ് വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് എപ്പിസോഡുകൾ പോകുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ വലിയൊരു പിണക്കം വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാക്കിയായി തന്നെ വരുന്നൊരു ഭാഗമാണ്. അതായത് നമ്മളിപ്പോൾ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ഓഡിറ്റോറിയത്തിന് ഡെക്കറേഷൻ വർക്ക്. അതിൻ്റെ ഭാഗമായി രേവതിക്ക് അഡ്വാൻസ് വർക്ക് കിട്ടുമ്പോൾ അതെല്ലാം വളരെ രീതിയിൽ തന്നെ അടിപൊളിയായി തന്നെ നമ്മുടെ സച്ചിയും രവിയും എല്ലാവരും കൂടി ആഘോഷിക്കുന്നുണ്ട് ബിരിയാണി വെച്ച്. അങ്ങനെ ആഘോഷങ്ങൾക്ക് ശേഷം രേവതി ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള തുകയും കൂടി, അതായത് ഒരു 7000 രൂപയും കൂടെ കൂടിയിട്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഓണർ രേവതിയുടെ കൈകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. രേവതി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ ഒരു സമയത്തും രവിക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരും. നീ ഇടയ്ക്കിടെ ഇങ്ങനെ സ്വീറ്റ്സ് മേടിച്ചുകൊണ്ട് വരായിട്ട് ഇതെന്താ, ഇദ്ദേഹത്തിന് ഷുഗർ വന്ന് ചാവാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ ഇപ്പൊ എന്നെ പറഞ്ഞു കൊല്ലുമല്ലോ എന്ന് രവി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയോട് ഇതെന്താ മോളെ വിശേഷം എന്ന് ചോദിക്കുന്ന നേരത്താണ് ഞാൻ ഓഡിറ്റോറിയത്തിന്റെ വർക്ക് ചെയ്തതിന്റെ ബാക്കി തുക കൂടി അതിന്റെ ഓണർ എനിക്ക് നൽകി, അതുകൊണ്ടൊരു സന്തോഷത്തിന്റെ പേരിൽ ഞാൻ സ്വീറ്റ്സ് മേടിച്ചതുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ സ്വീറ്റ്സ് മേടിക്കുന്ന, വല്ല വർഷയും ശ്രുതിയൊക്കെ ചെയ്ത വല്ല ബിസിനസിന്റെ ആയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു, ഇത് വല്ല 1000-500 ഒക്കെ കിട്ടി, ഇതിന് വേണ്ടിയിട്ട് എന്തിനാ ഇത്ര വല്ല സ്വീറ്റ്സ് മേടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ തരം താഴ്ത്തുന്ന രീതിക്ക് ചന്ദ്ര സംസാരിക്കുമ്പോൾ നീ ഒന്ന് വാ തുറക്കാമോ എന്ന് രവി ചോദിക്കുമ്പോൾ എന്തിനാ എന്റെ വാ തുറക്കുന്ന എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വാ വിളിക്കുന്ന സമയത്ത് നിന്റെ വായിൽ വെക്കുന്നു, കുറച്ചേരം മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ള സ്വീറ്റ്സ് ചന്ദ്രയുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ കേട്ടോ. ചന്ദ്ര ഒരു കണക്കിനകത്ത് ഇന്നിറക്കിയതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് രവി പറയുന്ന സമയത്ത് എന്റെ വായല്ലേ പ്രശ്നം, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇവിടുന്ന് വഴക്കിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയം തന്നെയാണ് സച്ചി അങ്ങോട്ടേക്ക്. സച്ചി വരുമ്പോൾ ഈ രേവതി ഒരു സന്തോഷ വാർത്ത തനിക്ക് അഡ്വാൻസിന്റെ ബാക്കി തുക കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രവി ആണെങ്കിലോ ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. രവിയും സച്ചിയും കൂടി അവരുടേതായ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഹാളിലൊരു കട്ടിലാണല്ലോ, അവിടെ ചെന്നിരുന്നതിന് ശേഷം രേവതി പറയുന്നത് അഡ്വാൻസ് കിട്ടിയതിൻ്റെ ബാക്കി തുകയാണ് 7000 രൂപയുണ്ട്, ഇത് സച്ചിയുടെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സച്ചി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇത് മേടിക്കുന്നത്. എന്തെന്നാ രേവതിയോട് പറയുന്നുണ്ട്, ഇത് എനിക്കായിട്ട് വേണ്ട, നീ സമ്പാദിച്ച തുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല, സച്ചിയുടെ കയ്യിൽ ഇതിരിക്കട്ടെ, സച്ചിയേട്ടൻ തന്നെ ഇതുകൊണ്ട് കുടുക്കയിൽ കൊണ്ട് ഇട്ടാൽ മതി എന്ന് രേവതി പറയാണ്. കൂട്ടത്തിൽ തന്നെ അറിയാതെ നമ്മുടെ രേവതിയുടെ വായിൽ നിന്ന് വരുന്ന ഒരു ഒറ്റ വാക്കുകൊണ്ടാണ് സച്ചി പിണങ്ങുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, രേവതി പറയാണ് ഇന്ന് എനിക്ക് കിട്ടിയത് 7000 രൂപയാണ്, ഒരൊറ്റ ദിവസം കൊണ്ട് സച്ചിയേട്ടൻ സമ്പാദിച്ചതിൽ കൂടുതൽ എനിക്കിന്ന് സമ്പാദിക്കാൻ സാധിച്ചു എന്നൊരു വാക്ക് രേവതി പറയുകയും സച്ചി അത് വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു നോർമലായി തന്നെ രേവതി സംസാരിച്ചതിന് ശേഷം രേവതി പറയുന്നത് ഞാൻ സച്ചിയേട്ടനോട് ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പക്ഷെ സച്ചിക്ക് ഇതൊരു വലിയൊരു എന്താ പറയുക, വല്ലാതൊരു ഫീൽ ആവുന്നുണ്ട്. കാരണം ഒരിക്കലും രേവതിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് സച്ചി പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സച്ചി കുടുക്കയിലെ കൊണ്ട് ഇട്ടതിന് ശേഷം സച്ചി വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. പിറ്റേ നേരം പുലരുന്ന സമയത്ത് രേവതി എഴുന്നേറ്റ് നോക്കുമ്പോൾ സച്ചിനെ തൻ്റെ കൂടെ കാണുന്നില്ല. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം സച്ചിനെ ടെറസിൻ്റെ മുകളിൽ എക്സസൈസ് ചെയ്യുകയായിരിക്കുന്നു കരുതി അവിടെ ചെന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം എങ്ങും കാണാത്തത് കൊണ്ട് റോഡിൻ്റെ സൈഡിലേക്ക് വന്ന് സച്ചിയുടെ കാർ അവിടെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് സച്ചിയുടെ കാർ അവിടെ ഇല്ല കേട്ടോ. ഈ ഒരു സമയത്താണ് ജോഗിങ് കഴിഞ്ഞിട്ട് രവി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ പോയ സമയത്തും സച്ചിയുടെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, അവൻ എങ്ങോട്ടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അച്ഛാ, എന്നോട് പറയാതെ പോയതെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. എന്തെങ്കിലും തിരക്ക് പിടിച്ച് ഓട്ടായിരിക്കും, മോളെ വിളിക്കുമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ ആയിട്ടും നമ്മുടെ സച്ചി രേവതിയെ വിളിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ചെറിയൊരു രേവതിയുടെ നാട്ടിൽ നിന്ന് വന്ന ചെറിയൊരു വാക്കിൻ്റെ പേരിൽ നമ്മുടെ സച്ചി രേവതിക്ക് ഇടയ്ക്കായിട്ട് ചെറിയൊരു പിണക്കം വരുന്നുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് അടുത്ത ആഴ്ച തന്നെ കാത്തിരിക്കുക. അടുത്ത ആഴ്ചയല്ല, 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെ പോലും വന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.